ഹലോ, ഇറ്റ്സ് മീ സാരംഗി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റർടൈൻഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താ പറയുക, ഒരു സോളോ മൂവി ഡേറ്റാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മൂവി ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ. കുറേ നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച ആ ഒരു സിനിമ ഇന്നൊന്ന് കാണണം. ജസ്റ്റ് ഇൻ മൈ ഹോം, ഇൻ മൈ കംഫർട്ട് സോൺ. ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് മൂവിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണുന്നത്. ഇത് കുറേ മുന്നേ എൻ്റെ കസിൻ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ കാണണം എന്ന് വിചാരിച്ച് ഇന്നാണ് സത്യം പറഞ്ഞാൽ അതിനൊരു അവസരം വന്നിട്ടുള്ളത്. ഇത് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ ഡെഫിനറ്റായിട്ടും കാണേണ്ട ഒരു മൂവിയാണെന്നും ഞാൻ പറയും. പിന്നെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പം ഫുള്ളി അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് സിനിമ ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ബാക്ക് അടിച്ചിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഷോർട്സൊക്കെ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ആ മൂവി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ജേർണലിംഗ് ചെയ്യാന്നുള്ളതാണ്. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മൂവിയുടെ കുറച്ച് സീൻസൊക്കെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മൂവിയും ഞാൻ ഇതുപോലെ ജേർണലിങ്ങും അതുപോലെ റിവ്യൂസൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്തോ ഈ മൂവി കാണുന്നതിന് മുന്നേ തന്നെ എനിക്കിഷ്ടമാവും അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഗ്രാൻഡ് പാരൻസിലാകെ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മമ്മ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതലും കണക്ഷനും സംസാരിച്ചും ഷെയർ ചെയ്തും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളത് എൻ്റെ അമ്മയുടെ അമ്മ ആയിട്ട് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു മൂവി എനിക്ക് ഇഷ്ടമാവും എന്നൊക്കെ ഒരു ഫീൽ എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് തന്നെ ഈ ഒരു മൂവി കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഒരു മൂവീനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആൻഡ് ഹേർട്ട് വാമിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഫാമിലി റിലേഷൻഷിപ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്നത്, നമ്മളെ എൽഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്നത്, നമ്മൾ ലേറ്റായിട്ട് ലൈഫിൽ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നൊരു മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പം ചെറുതായിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മൂവീനെ പറ്റിയിട്ട് ഭയങ്കര റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആക്കുന്നില്ല. എല്ലാവരും ഒരു കാര്യത്തിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണല്ലോ. അപ്പം സിംപ്ലി വാച്ച് ദ മൂവി ആൻഡ് എൻജോയ് ഇറ്റ്. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ റിവ്യൂസ് പോലെ ഞാൻ ഈ ഒരു ജേർണലിൽ എഴുതി വെക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ജേർണലിംഗ് ചെയ്യുന്ന പോലെ ഭയങ്കര ഓവർഫില്ലൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് സ്യൂട്ടാവുന്ന കുറച്ച് മിനിമലായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മൂവിയുടെ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വട്ടം കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മൂവി പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു ഹാബിറ്റ് എനിക്കില്ല. കാരണം വർഷങ്ങൾ കുറേ കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ വരില്ലേ, അതുപോലെ ഈ ജേണൽ എടുത്ത് നോക്കുമ്പോഴും ആ ഒരു നൊസ്റ്റാൾജി എനിക്ക് ഫീൽ ചെയ്യണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവി ഡേറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ നന്നായിട്ട് സിനിമയൊക്കെ കാണുമായിരുന്നു, സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഒരു മൂവി അഡിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്ന് മുതലേ ചെയ്തിരുന്നുവെങ്കിൽ നന്നായേനേന്ന് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു വർഷം എടുത്തതിൽ നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് ഈ ഒരു വർഷത്തിൽ ഞാൻ കാണാനായിട്ട് പോകുന്ന മൂവീസിൻ്റെയൊക്കെ പോസ്റ്റേഴ്സ് ഇതുപോലൊരു ജേണൽ സെറ്റപ്പിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്സ് ആയിട്ടുള്ള മൂവീസ്, ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ്. എനിക്കറിയാമായിരുന്നു ഞാൻ എന്തായാലും ഈ വർഷം ഒരുപാട് സിനിമകൾ കണ്ടിരിക്കുന്നുള്ളത്. ഈ വർഷം എന്നല്ല, എല്ലാ വർഷവും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒന്നുമില്ല. അപ്പോൾ അതിൽ കുറച്ചെണ്ണം ചൂസ് ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇത്രയും എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാറ്റി ഒട്ടിക്കണം. ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സിനിമ കണ്ടു കഴിയുമ്പോഴും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എത്ര പേർക്ക് അത് കണക്റ്റ് ആവും എന്നുള്ളതും എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും, ആർക്കൊക്കെ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാകും, ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നതൊക്കെ. എനിക്കെന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്ക് ഡിഫറെൻറ്റ് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് 2025 പകുതിയായപ്പോഴേക്കും ഞാൻ കണ്ടിട്ടുള്ള മൂവീസൊക്കെ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മൂവീസൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളൂ കേട്ടോ, ഞാൻ എന്തായാലും ഇരുന്ന് കാണുന്നതാണ്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.